ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയൂണിൻ്റെ ഒക്കെ അറിയാമല്ലോ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മീൻ ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതൊന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്ത്. വളരെ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. പച്ചമുളക് ഇച്ചിരി അധികം എടുത്തേക്കുന്നത് കൊണ്ട് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇച്ചിരി കളർ കൂടി കിട്ടണമല്ലോ, അത് ഓർത്തിട്ടാണ് ഈ മുളക് പൊടി ചേർക്കുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ കറി വെക്കുന്നത്, വളരെ സിമ്പിളായിട്ടാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് പുളിയും കറിവേപ്പിലയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇലച്ചിലാണ് കേട്ടോ ഇതേ കിട്ടിയേക്കണ മീൻ. ഇതാണ് മീൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീനിഞ്ഞ അരപ്പ് തിളച്ച് വരുമ്പോൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടാവും നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നേക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കും. അപ്പോൾ അന്നേരം നമുക്ക് കുറവാണെങ്കിൽ, ഉപ്പ് പുളിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ മീൻ എന്നിട്ട് പെറുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മീനിനെ നിങ്ങൾ എന്തെന്നാണ് പറയണത്? ഞങ്ങളുടെ ഇവിടെ നങ്കെന്ന് പറയാറുണ്ട്, പിന്നെ ഇലച്ചിലെന്നും പറയാറുണ്ട് കേട്ടോ. ഇതിൻ്റെ വലുതുമുണ്ട്. ഇതൊരു ഇടത്തരമായിട്ടുള്ള മീനാണ്. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിലൊഴിച്ച് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ് ഈ മീൻ. പിന്നെ നമ്മൾ വേറെ എന്ത് ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. മീൻകറി റെഡി, വേറെ എന്തെങ്കിലും ഒരു കറി കൂടി വേണമല്ലോ. ഞാനത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് അരിഞ്ഞ് ഇച്ചിരി ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് എന്തെങ്കിലും ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് പയർ ഉണ്ടായിരുന്നു വേവിച്ചത്. രാവിലത്തെ പയറാണ് കേട്ടോ, പുട്ടിനുണ്ടാക്കിയ പയർ. അപ്പോൾ അത് ഉച്ചയ്ക്കാകുമ്പോൾ പയർ കഴിക്കാൻ ഇച്ചിരി മടിയായത് കൊണ്ടിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തത്. ഉടനെ തന്നെ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കി എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പയർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ, അതാണ് ആ കളർ വ്യത്യാസം വന്നേക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ അരപ്പ് കൂടി ഒതുക്കിയെടുക്കലെന്നാണ് കേട്ടോ ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ അങ്ങോട്ട് അരപ്പെടുത്തിട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് പറ്റി വരുമേ. അപ്പോൾ നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കട്ടെ, മീൻ കറി. അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. എന്നിട്ട് നമ്മളൊന്ന് അധികം ഇട്ട് ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ആ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊന്ന് എന്താ പറയുക, മറ്റേ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിത് വീഡിയോയിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ, ഒന്ന് കയ്യിലിട്ട് ഇങ്ങനെ കാണിച്ചത്. വെറുതെ ഒന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ആ സമയത്ത് മത്തങ്ങ ഞാൻ വേറൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയേ. അത് മാറ്റി എന്താണെന്ന് വെച്ചാൽ അതിൽ വെച്ചിട്ട് എനിക്കൊരു സുഖമായില്ല. അപ്പം ഞാനത് അങ്ങനെ മാറ്റി. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അതൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ കറിയൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി. പിന്നെ നമുക്കൊന്ന് താളിച്ചിടണം. നമ്മുടെ കടുകെല്ലാം പൊട്ടിച്ച് കുറച്ച് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടിയിട്ട് താളിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പോൾ മീൻകറിയും വൻപയറും മത്തങ്ങയും കൂടി വെച്ചത് വേണ്ടോ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.